ഹലോ ചങ്ങായിമാരെ, മൈലാഞ്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണെങ്കിലേ ഈ വീഡിയോ ഒന്ന് കാണണേ. നിങ്ങൾ കേട്ടിട്ടില്ലേ സ്റ്റിക്കർ മറ്റേ കയ്യിലേക്ക് ഒട്ടിച്ചിട്ട് മൈലാഞ്ചി ഇടുന്ന പരിപാടി? അതാണേ. അപ്പം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതങ്ങ് പറിച്ചെടുക്കുക മീൻ ഈ പേപ്പറിന് കട്ട് ചെയ്തിട്ട് ആ പോർഷൻസ് എടുത്തിട്ട് കയ്യിലേക്ക് ഒട്ടിച്ചിട്ട് മൈലാഞ്ചി ഇട്ടിട്ട് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഉണങ്ങി കഴിയുന്ന സമയത്ത് പറിച്ച് കളയുന്ന സമയത്തില്ലേ അച്ചടിച്ചമാതിരി കയ്യിലേക്ക് ഉണ്ടാവും ഗൈസ്. മൈലാഞ്ചി ഇടാണ്ട് നമ്മളെ കയ്യിലേക്ക് ഇതുപോലെ വരുന്ന ഒരു പരിപാടി കാണിച്ചു തരാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാലേ നമ്മൾ എന്ത് ചെയ്യാം, ആ സ്റ്റിക്കർ അങ്ങ് പറിച്ചെടുക്കാം. എന്നിട്ട് അത് നേരെ നമ്മൾ കയ്യിലേക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് ശേഷം കുറച്ച് വെള്ളാക്കിയിട്ടേ പറിച്ചെടുക്കുന്ന സമയത്ത് ഗൈസ് മൈലാഞ്ചി പോലും വേണ്ട കേട്ടോ. ജസ്റ്റ് 20 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം ഇതും അവിടെ അവൈലബിൾ ആണേ. നല്ല ലോങ് ലാസ്റ്റിങ്ങും ആണ് കേട്ടോ. അപ്പം ഞാൻ പോണ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പിന്നെയെന്ന് വെച്ചാൽ അവിടെ മൈലാഞ്ചി ഉണ്ട്. ഇതൊക്കെ ഓർഗാനിക് ആയിട്ടാണ് വരുന്നത്. നമ്മൾ നഖത്തിന് ഇടുന്ന മൈലാഞ്ചി ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ കൈക്കൊക്കെ ഇടുന്ന മൈലാഞ്ചി ഉണ്ട് കേട്ടോ. അപ്പം ഇത് നോട്ട് ചെയ്ത് വെച്ചോ ഗൈസ്. ആവശ്യമുള്ള ആൾ അവരെ വിളിച്ചാലും മതി കേട്ടോ. അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പൗഡറൊക്കെ അവിടെ അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഈ മിക്സ് ചെയ്തിട്ട് ഈ നഖത്തിനൊക്കെ ഇടുന്നില്ലേ, ആ സംഭവം അവിടെ അവൈലബിൾ ആണ്. ഇതാണ് ഗൈസ് എന്നെ നെട്ടിച്ചത്. ഈ പാക്കിലെ മൈലാഞ്ചി ഉണ്ടാക്കുന്നതാണ്. അതിന്റെ ഓയിലും അതേപോലെ തന്നെ പൗഡറും കോണും ഒക്കെ അവൈലബിൾ ആണ്. ഈ പാക്ക് കൊണ്ട് മാക്സിമം 20 മൈലാഞ്ചി വരെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ സ്ഥലം വരുന്നത് പാപ്പിനിശ്ശേരി സ്പാനിയലിന്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ട്രൈ ചെയ്ത് നോക്കേ. ബൈ.